നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ, NDAയ്ക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ എവിടെയാണ് നിതീഷ് കുമാർ? അങ്കിളിനെ കാണാനില്ലല്ലോ എന്ന തരത്തിലുള്ള വിമർശനമായിരുന്നു തേജസ്വി യാദവ് ഉയർത്തിക്കൊണ്ടേ ഇരുന്നത്. അതൊരു പരിധിവരെയെങ്കിലും ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും. കാരണം മാധ്യമങ്ങളിൽ പോലും നിതീഷ് കുമാർ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. പൊതുവേദികളിലടക്കം നിതീഷ് കുമാറിനെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പാർട്ടി വേദികളിൽ നിന്നും നിതീഷ് കുമാർ മാറി നിൽക്കുന്നു. അത് നിതീഷ് കുമാറിന്റെ പ്രായാധിക്യം മൂലമാണ്. നിതീഷ് കുമാറിന് ഇനി ആരോഗ്യമില്ല എന്ന തരത്തിലായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടേക്കാണ് നിതീഷ് കുമാർ എന്ന ക്യാപ്റ്റന്റെ വരവുണ്ടായത്. ആ ക്യാപ്റ്റൻ വന്നപ്പോഴേ ചോദിച്ചത് നിങ്ങൾക്കറിയാമല്ലോ എന്ന പ്രയോഗമായിരുന്നു. നിങ്ങൾക്ക് എന്തറിയാമല്ലോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ആണ് ഇപ്പോൾ ബീഹാറിലെ ജനത നൽകിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 5 വർഷമായി ഇപ്പോൾ നിതീഷ് കുമാർ അധികാരത്തിലിരിക്കുന്നുവെങ്കിൽ 20 വർഷമായി നിതീഷ് കുമാർ അധികാരത്തിൽ തുടരുകയാണ് ഏതെങ്കിലും സഖ്യത്തിനോട് ഒപ്പം ചേർന്നുകൊണ്ട്. സ്വാഭാവികമാണല്ലോ രേണുക അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക. നിതീഷ് എന്ന നേതാവിനെ മടുക്കുകയെങ്കിലും ചെയ്യുമല്ലോ എന്ന ഒരു പൊതുചിന്തയെങ്കിലും നമുക്ക് ഉണ്ടാകാം. പക്ഷേ ഒട്ടും മടുത്തിട്ടില്ല നിതീഷ് കുമാറിനെ എന്ന് ഈ വോട്ടെടുപ്പിൽ തെളിയിക്കുകയാണ് ബീഹാറിലെ ജനത. അതുമാത്രവുമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RJDയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിതീഷ് വിജയിക്കുകയാണെങ്കിൽ, JDU വിജയിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള വിപ്ലവത്തിന് വഴിയൊരുക്കും ബീഹാർ. അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകും. അത് ശ്രീലങ്കയിലേതുപോലെയാകാം, അത് നേപ്പാളിലേതുപോലെയാകാം, അത് ഒരുപക്ഷെ ബംഗ്ലാദേശിലേതുപോലെയാകാം. ഒരു ജൻസി കലാപത്തിന് വഴിയൊരുങ്ങുകയാണ് ബീഹാർ എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്തവൈബുള്ള അതേ നിതീഷ് കുമാർ ഇതാ വിജയിച്ചു കയറുന്നു. അത് ജൻസി കുട്ടികൾക്ക് മാത്രമല്ല, അവിടുത്തെ സ്ത്രീകൾക്ക് അടക്കം നിതീഷ് കുമാറാണ് പ്രിയങ്കരൻ എന്നതുകൊണ്ട് തന്നെയാണ്. അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 10%-ലധികം സ്ത്രീ വോട്ടർമാർ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടാണ് 121 സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒന്നാം ഘട്ടത്തിൽ 64% മുകളിലേക്ക് പോളിംഗ് എത്തിയത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് 67% മാറി. ലക്ഷക്കണക്കിന് സ്ത്രീ വോട്ടർമാർ അധികമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവർ തുണച്ചത് നിതീഷ് കുമാറിനെയാണ്. നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ദിവസം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാമല്ലോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്കറിയാം എന്ന് തന്നെ വളരെ കൃത്യമായി നിതീഷ് കുമാറിന് മറുപടി നൽകിയിരിക്കുന്നു ബീഹാറിന്റെ ജനത. അതെന്തൊക്കെ എന്നതാണ്? മദ്യനിരോധനം. നമുക്കറിയാം, പലപ്പോഴായി ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ബീഹാറിൽ വിഷമദ്യ ദുരന്തം എന്നത് പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നാണ്. അതിന് അന്ത്യം കുറിക്കുന്നു. അത് മദ്യനിരോധനത്തിലൂടെയാണ് അന്ത്യം കുറിച്ചത്. അങ്ങനെ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ തന്നെ ബീഹാറിലെ പല കുടുംബങ്ങളും സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, സാമ്പത്തികമായ ഒരു അടിത്തറ സൃഷ്ടിച്ചെടുക്കാൻ ഈ മദ്യനിരോധനത്തിന് സാധിച്ചു എന്ന് അവിടുത്തെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പൊതുവെ വിലയിരുത്തിയിരുന്ന സാഹചര്യമാണ്. എടുത്തു പറയേണ്ടത്, ബീഹാറിലെ ഒരു വലിയ വിഭാഗം സ്ത്രീകളും മദ്യപിക്കുമായിരുന്നു എന്നതാണ്. അവർ കൂടി അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നത് സാമൂഹികമായ ഒരു സുരക്ഷ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ലാലു പ്രസാദ് യാദവിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജംഗിൾ രാജാണ്. അതാണ് ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലെ അവസാന ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സൂചിപ്പിച്ചത്. അങ്ങനെ ജംഗിൾ രാജ് നിലനിന്നിരുന്ന ബീഹാറിലേക്ക് തിരിച്ചു പോകണമോ, അതിന് പകരം നിതീഷ് കുമാറിന്റെ സുവർണ കാലഘട്ടത്തിലൂടെ തുടരണമോ എന്ന ചോദ്യം ആവർത്തിച്ചത്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലടക്കം നമുക്കറിയാം. ഇപ്പോൾ ഇതേ സൂചകം തന്നെ നമ്മൾ മിഥിലയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. മിഥിലയിൽ ഏതാണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം താമര ആമ്പൽ കൃഷിയുള്ള പ്രദേശം എന്നത് മിഥിലയാണ്. 90% കയറ്റുമതി നടക്കുന്നത് മിഥിലയിൽ നിന്നാണ്. അവർക്ക് പ്രത്യേകമായൊരു ബോർഡ് രൂപീകരിക്കുന്നു. മല്ല എന്ന് പറയുന്ന ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായാംഗത്തിന്റെ സാമ്പത്തിക ശേഷിയെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതിനെ ഒരു ബ്രാൻഡാക്കി മാറ്റുന്നു. അങ്ങനെ പുതിയ തന്ത്രങ്ങൾ മെനയുന്നു. അതിന് കേന്ദ്ര സർക്കാരിന്റെ കൂടി ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങുന്നു. അങ്ങനെ വോട്ട് ശതമാനം 6% നിൽക്കുന്ന മല്ല സമുദായത്തെ ഒപ്പം നിർത്തുന്നു. അതായത് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണം എന്നത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, എക്സ്ട്രീംലി ബാക്ക്വേർഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അതീവ പിന്നോക്കാവസ്ഥയിലുള്ള വിഭാഗത്തെ ഒപ്പം നിർത്താൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ OBC വിഭാഗത്തെ ഒപ്പം നിർത്താൻ സാധിച്ചു. മുന്നാക്ക വിഭാഗം BJPയെ പിന്തുണയ്ക്കുന്നവരാണ്. അവരുടെ വോട്ടുകൾ കൂടി JDUവിന് ലഭിച്ചു. ഇതോടൊപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പ്രഖ്യാപിച്ച, അതായത് വനിതകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എത്തിക്കുന്ന
ബൃഹത് പദ്ധതിക്ക് ആസൂത്രണം നൽകി. ഇതെല്ലാം ഞങ്ങൾക്കറിയാം എന്ന് ബീഹാറിന്റെ ജനത വളരെ കൃത്യമായി പറയുന്നു. അതാണ് ഇത്തരത്തിലൊരു മെജോറിറ്റിയിലേക്ക് JDU-വിനെ എത്തിച്ചത്. നിതീഷ് കുമാർ എന്ന 74-കാരൻ 1974 കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു നേതാവ് തൻ്റെ 74-ാമത്തെ വയസ്സിലും തലനരച്ച യൗവനം ആണ് എന്റേത് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തോട് ഇപ്പോഴും വിളിച്ചു പറയുന്നു എന്നത് തന്നെയാണ്. ഉറപ്പിച്ചു പറയാം, അങ്കിൾ തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വരുന്നു. 7 മണിക്ക് BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ എന്ന വിവരമാണ് CNN പുറത്തുവരുന്നത്. 7 മണിക്ക് BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിയായിരിക്കും പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയെന്ന് പറയുന്നു. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബീഹാറിൽ നടന്നത് എന്ന് നമുക്ക് കാണാം. ബീഹാറിന്റെ വിജയത്തിനായി നേരത്തെ തന്നെ സ്വരുക്കൂട്ടിയ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടത് നമുക്കറിയാം. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ഈ അവകാശവാദം ജനങ്ങളിലേക്ക് BJP പകർന്നത്. അവിടെ ആ വിജയം തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അർഹതപ്പെട്ടതാണ്. മോദി പ്രഭാവം മങ്ങിയിട്ടില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ബീഹാറിലെ ഈ വമ്പൻ വിജയം. NDAക്ക് ഉണ്ടായിരിക്കുന്ന ഈ വമ്പൻ വിജയം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP അവിടെ കരുത്ത് തെളിയിക്കുമ്പോൾ അതിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ 7 മണിക്ക് എത്തും എന്ന വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. മറ്റൊരു വിവരം, തേജസ്വി യാദവ് രാഘോപൂരിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടി വരികയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് മുഖം രക്ഷിക്കണമെങ്കിൽ രാഘോപൂരിലെ വിജയം അനിവാര്യമാണ്. അവിടെ ഒരു ലീഡ് ഇപ്പോൾ തേജസ്വി യാദവിന് ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി വരുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് 197 സീറ്റിലാണ് NDA ലീഡ് ചെയ്യുന്നത്. BJP 88 സീറ്റിൽ, JDU 79ലേക്ക് എത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ 5ലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. മഹാഗഡ്ബന്ധൻ 41 നിൽക്കുമ്പോൾ കോൺഗ്രസ് 5ലേക്ക് ചുരുങ്ങുന്നു. സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും കുറഞ്ഞ പാർട്ടിയായി കോൺഗ്രസ് അവിടെ മാറുകയാണ്. മാത്രവുമല്ല, ഈ RJD എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയേറ്റ രണ്ടാമത്തെ പാർട്ടിയായി കൂടി മാറുന്നു എന്ന ഒരു സാഹചര്യം നമ്മൾക്കറിയണം. ഏറ്റവും നഷ്ടം സംഭവിച്ച 2 പാർട്ടികൾ എടുത്താൽ അതിലൊന്ന് കോൺഗ്രസ്, ഒന്ന് RJD എന്ന് വരുന്നു. മുഖം രക്ഷിക്കാൻ തേജസ്വി യാദവിന്റെ എങ്കിലും വിജയം അനിവാര്യമാണ്. RJDയെ സംബന്ധിച്ച് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആശ്വാസമാണ്. എല്ലാ ക്യാമ്പുകളിലും ഇപ്പോൾ നമുക്ക് കാണാം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. JDU-വിന്റെയും BJP-യുടെയും പാർട്ടി ആസ്ഥാനങ്ങളിൽ പ്രവർത്തകർ ലഡു വിതരണം ചെയ്തും ഒപ്പം തന്നെ ഇപ്പോൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചുമൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷാഹ്ലാദ പ്രകടനങ്ങൾ അവിടെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP-യെ സംബന്ധിച്ച്, NDA മുന്നണിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയം കൂടിയാണ്. ER രാഗേഷ് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, NDAയെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കാവുന്നതിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കണക്കുകൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൗണ്ടിംഗ് തുടങ്ങി 5 മണിക്കൂർ പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഇത്ര വലിയ ഒരു വിജയത്തിലേക്ക് NDA പോയത്? എങ്ങനെയാണ് ഈ വോട്ട് കൺസോളിഡേഷൻ ബീഹാറിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്? രേണുക, സമീപകാലത്തെ വലിയ വിജയത്തിലേക്ക് ഏതായാലും NDA അടുക്കുകയാണ്. കാരണം കണക്കുകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്.